നേപ്പാളിലെ സുന്ദരമായ ഗ്രാമം അസ്ഥി വില്ലേജ് കാണാനായിരുന്നു ഈ ഒരു യാത്ര. ഗൂഗിൾ മാപ്പിൽ വഴി മര്യാദയ്ക്ക് കാണിക്കാത്തതുകൊണ്ട് ചോദിച്ച് ചോദിച്ചു പോവാന്ന് കരുതി. പക്ഷെ കനത്ത മഴ കാരണം കയറിയ മല തിരികെ ഇറങ്ങി ഒരു ഓട് മേഞ്ഞ ചോളമൊക്കെ സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞു കുടിൽ കയറി നിന്നു. അത് കണ്ടാണ് ചുവന്ന പൊട്ട് വട്ടത്തിൽ തൊട്ട ഒരു അമ്മ ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. പൊതുവെ പഴയ കഥകളിലൊക്കെ ഈ വലിയ പൊട്ടും ഇങ്ങനെ വസ്ത്രധാരണമൊക്കെ ചെയ്ത സ്ത്രീകളെ ഭീകരരായി ചിത്രീകരിച്ചതുകൊണ്ട് ഞാനും കരുതി ഞങ്ങളെയും കൊന്ന് ആ ചോര കൊണ്ട് പൂജ നടത്താനാവോ കൊണ്ടുവന്നുണ്ടാവാന്നൊക്കെ. പിന്നെ മരിക്കുമ്പോൾ രണ്ടുപേർക്കും ഒന്നിച്ചു മരിക്കാലോ എന്ന സമാധാനത്തില് മുഴുവൻ ധൈര്യവും സംഭരിച്ച് അവരുടെ കൂടെ അങ്ങ് പോയി. സത്യം പറഞ്ഞ അവരല്ല, അവരെ പറ്റി അപരാധം ചിന്തിച്ച ഞാനായിരുന്നു ദുഷ്ട. എന്ത് നല്ല മനുഷ്യരാണ്. നേപ്പാളി അറിയാത്ത ഞങ്ങൾ അവരുമായിട്ട് കുറേ സംസാരിച്ചു, പലതും മലയാളത്തില്. അവർ ഞങ്ങൾക്ക് കഴിക്കാൻ അവർ തന്നെ കൃഷി ചെയ്ത തേനീച്ചക്കൂട്ടിൻ്റെ കഷ്ണവും കക്കിരിക്കൊക്കെ തന്നു. മഴയത്ത് പാല് കറന്നു കൊണ്ടുവന്ന് അവരുടെ ഭാഷയിലെ ചിയ, നമ്മുടെ ചായ, അതുവരെ ഇട്ട് കൊണ്ടുവന്നു. പിന്നെ നേരെ ഇരുട്ടി തുടങ്ങാറായതുകൊണ്ട് അസ്ഥി വില്ലേജ് കാണാൻ പറ്റിയില്ല. പക്ഷേ മനസ്സിൽ നന്മയുള്ള കുറേ മനുഷ്യരെ കണ്ടു.